വീഡിയോ ഒരു ആലിയ കട്ട് ഷോർട്ട് കുർത്തിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ ആണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്ത മെറ്റീരിയൽ കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഫുൾ ലെങ്ത്ത് അടയാളപ്പെടുത്താം. ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ യോക്ക് പോർഷനാണ് ഫസ്റ്റ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ യോക്ക് പോർഷൻ്റെ ഇറക്കമാണ് 14 ഇഞ്ച്. അതിനുശേഷം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ 14 ഇഞ്ചാണ്. അപ്പോൾ അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഞാനിവിടെ 7 മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആം ഹോള് 7 എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ബസ്റ്റ് സൈസ് നമുക്ക് അടയാളപ്പെടുത്തണം. ബസ്റ്റ് സൈസ് 8.5 ആണ്. നമ്മൾ ബസ്റ്റ് സൈസ് എത്രയാണോ അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ അളവാണ് നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് എക്സ്ട്രാ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തത് നമ്മൾ നെക്കാണ് ചെയ്തിട്ടുള്ളത്. നെക്ക് നമുക്ക് 3 ഇഞ്ചിലാണ് ഞാൻ വിഡ്ത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇറക്കം 1 ഇഞ്ചാണ്. ഫ്രണ്ട് വീനെക്ക് ആയതുകൊണ്ട് ഞാൻ ബാക്ക് അധികം വൈഡാക്കിയിട്ടില്ല. ചെറുതായിട്ടൊരു നെക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ താഴെ 1 ഇഞ്ചിൽ നമ്മൾ ഷേപ്പ് ആക്കിയിട്ടുമുണ്ട്. അങ്ങനെ നമ്മൾ മാർക്കിങ് കാര്യങ്ങളും ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യുന്നത് ആ ഒരു ആലിയ കട്ടിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഒരു വി പോലത്തെ ഷേപ്പ്, അതാണ്. അപ്പോൾ അത് നമ്മൾ താഴെ നിന്ന് ഒരു 5.5 ഇഞ്ച് മേൽക്ക് അടയാളപ്പെടുത്തിയതിന് ശേഷം ആ ഒരു കോർണറിലേക്ക് ഒരു സ്ട്രൈറ്റ് ലൈൻ കൊടുത്തിട്ട് അവിടെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി മെഷർമെൻറ്റ്സ് കാര്യങ്ങളും കട്ട് ചെയ്യുന്നതൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം നമ്മൾ ബാക്ക് എങ്ങനെയാണോ ഷോൾഡറും കാര്യങ്ങളും മാർക്ക് ചെയ്ത് അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടും കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാൻവാസ് എടുത്തിട്ട് 2ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നെക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് നെക്ക് എടുത്ത് 3 ഇഞ്ചും നെക്ക് ലെങ്ത്ത് 6 ഇഞ്ചും ഞാൻ അവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വി ഷേപ്പിലൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെക്ക് ഇതുപോലെ നമ്മൾ വി ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്കിതൊന്ന് ഒരു ക്ലോത്തിൽ വെച്ചിട്ട് അയൺ ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ആ ബാക്കി വരുന്ന ക്ലോത്തൊന്ന് വി ഷേപ്പിൽ തന്നെ ഒരു 1 ഇഞ്ച് വിട്ടതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഈ ബാക്കി വരുന്ന ആ ഒരു ക്ലോത്ത് നമുക്കിതുപോലെ ക്യാൻവാസിനോട് ചേർന്നിട്ട് മടക്കി അടിക്കാം.
നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ രണ്ട് ക്ലോത്തിൻ്റെയും യോക്ക് പോർഷനും അതുപോലെ ക്യാൻവാസ് വെച്ച ക്ലോത്തും നമ്മൾ സെൻറ്റർ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് കറക്റ്റ് വെച്ച് ഒരു ബോൾ പിന്ന് വെച്ച് സെക്യൂർ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്കി വരുന്ന ഭാഗം നമുക്കിതുപോലെ ഒന്ന് ഒരു 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് തൊടാതെ ഇതുപോലെ ചെറിയ ചെറിയ കട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നീറ്റായിട്ട് തന്നെ നമുക്കിത് മറിച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെ താഴേക്കുള്ള പ്ലീറ്റ്സ് വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ താഴെ നിന്ന് മേലേക്ക് അടയാളപ്പെടുത്തിയ 5.5 ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആ ഒരു കോർണർക്ക് ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്ലീറ്റ്സ് ആയിട്ട് ഇടണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് കൂട്ടിയിട്ടിട്ട് ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പതുക്കെ ഇതിൽ ഒരു നൂലിട്ട് വലിച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിൻ്റെ മേലെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് യോക്ക് പോർഷനായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ബാക്ക് നെക്ക് ഇതുപോലെ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് രണ്ട് ഷോൾഡറുകളും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാൻവാസ് വെച്ച ആ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. അതിനുശേഷം നമുക്കിനി സ്ലീവാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ സ്ലീവിന് വേണ്ടിയിട്ട് ക്ലോത്ത് ഇതുപോലെ 4ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എത്രയാണോ ബസ്റ്റ് സൈസ് അടയാളപ്പെടുത്തിയത്, ഞാനിവിടെ 8.5 ആണ് അടയാളപ്പെടുത്തിയത്, അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു 4 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തിയതിന് ശേഷം അവിടെ ഒരു എസ് പോലെ നമുക്ക് കൈയിൻ്റെ ഷേപ്പ് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്കിത് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. നമ്മൾ സ്ലീവ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് രണ്ട് സ്ലീവും ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, വീഡിയോ ലോങ് ആയി പോകുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ രണ്ട് സ്ലീവും അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ട് ഭാഗം ഒന്ന് ജോയിൻ ചെയ്ത് അടി മടക്കി അടിക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.